നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മാഷും കമലയും കൂടെ സംസാരിക്കണം. ആ സമയം കമലയ്ക്ക് നല്ല ടെൻഷനാണ്. ഒരു പക്ഷേ വിക്രത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് വേദയ്ക്ക് സാധിക്കുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. മാഷോട് നീ പേടിക്കൊന്നും വേണ്ട കമലെ, എന്താണെങ്കിലും വിക്രം വേദയോടൊപ്പമല്ലേ ഉള്ളത്, ഇത്രയും ദിവസം അവ സേഫ് ആയിരുന്നല്ലോ, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ല മാഷെ, അവൻ നിരപരാധിയാന്നുള്ള സത്യം അധികം വൈകാതെ പുറത്തു വരുമോ? എൻ്റെ മോൻ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വരാൻ പറ്റും, അവൻ മാത്രമല്ല അവളെയും കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്ന സമയത്ത് അവൾ എന്നോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മേ, അധികം വൈകാതെ ഞാൻ വിക്രത്തെയും കൂട്ടി വീട്ടിലേക്ക് വരുമെന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം വരും. എന്നാലും എനിക്ക് പേടിയുണ്ട്. ആ വാസവൻ്റെ ആൾക്കാരൊക്കെ പുറത്തുണ്ടല്ലോ, ഒരു പക്ഷേങ്കിൽ അവൻ നിരപരാധിയാന്ന് തെളിയുന്നതിന് മുമ്പ് അവനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ മാഷേ? അതൊക്കെ ഓർത്ത് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. ദേ കമലെ, നീ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് ഇനി ഈ അസുഖം വരുത്തി വെക്കല്ല. അറിയാലോ, നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിനക്ക് എന്തെങ്കിലും അസുഖമാണെന്നറിഞ്ഞാൽ, വയ്യായികയാണെന്നറിഞ്ഞാൽ വിക്രത്തിന് സഹിക്കാൻ പറ്റുമോ? അവൻ വീണ്ടും ഓടിയലച്ച് വരും. അതൊക്കെ അപകടമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കമലയ്ക്കും തോന്നി ശരിയാന്ന്. പിന്നെ കമല കൂടുതലൊന്നും പറയാൻ പോയില്ല. ഈ സമയത്ത് വേദയും വിക്രം നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം വിക്രത്തിനറിയാം ഇനിയിപ്പോൾ താൻ നിരപരാധിയാന്ന് തെളിയിക്കാൻ പോവാം. ഈ ഒരു ദിവസത്തോടെ കഴിഞ്ഞാൽ മതി. വിക്രം പറഞ്ഞു, 2 ദിവസത്തോടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്താണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി നടക്കാനായിട്ട്. മുറിക്കാത്തിരുന്ന് ആകെപ്പാടെ ശ്വാസം മുട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഓ അങ്ങനെയാണോ? അപ്പം ഇവിടെ ഈ മുറിക്കാത്തിരിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അങ്ങനെയല്ല, നീ എൻ്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എന്നാലും എത്ര ദിവസമായി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അത് മാത്രമല്ല, എല്ലാവരുടെയും കണ്ണി ഞാൻ കുറ്റവാളിയല്ലേ. പുളിക്കിനെ പിടികൂടുന്നതോട് കൂടിയിട്ട് ആ കാര്യത്തിന് തീരുമാനമായല്ലോ എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, പുളിക്ക് സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം. കോടതി ഹാജരായി പറയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവും. വിക്രം നിരപരാധി എന്ന് വരും. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന പുളിക്കിനൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല. ഒരു പക്ഷേങ്കിൽ പുളിക്കിനെ ഇതിനെ നിയോഗിച്ച ആൾക്കാരെ പുളിക്കിനെ ഇല്ലാതാക്കുമെന്ന് പോലും പേടിയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. പിന്നീട് വേദയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട, ബാക്കി കിടക്കാൻ പറഞ്ഞിട്ട് വേദയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ വേദയെ ചേർത്ത് പിടിച്ച് വിക്രം കിടന്നു. പക്ഷേ വേദയ്ക്ക് എന്തോ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേസമയം ജോസഫും ജോണിയും കൂടെ ജംഗ്ഷനിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ വാസവനെ വിളിച്ചിട്ടുണ്ട്. വാസവൻ അങ്ങോട്ടേക്ക് വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ശ്രീകാന്തിനെ ചന്ദ്രശേഖരനെ വിളിച്ചെന്നുള്ള കാര്യം ജോസഫിന് അറിയത്തില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പുളിക്കിനുള്ളത്, പുളിക്കിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ മാറ്റിയ ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ വേറൊരു വഴിയുണ്ട്, ആ വഴി പോയിട്ടുണ്ടെങ്കിൽ പുളിക്കിനെ ഒളിച്ച് താമസിക്കുന്നിടത്തേക്ക് ചെല്ലാം. ആ സമയത്ത് ജോസഫിനെ അവിടെ നിന്ന് മാറ്റണം. പിന്നെ അനിയൻകുട്ടനല്ലേ ഉള്ളൂ. അനിയൻകുട്ടനെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അനിയൻകുട്ടൻ ഈ പറയുന്നൊന്നും ചെയ്യാനും പറ്റത്തില്ലോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ജോണിയുടെ മനസ്സിൽ. പോരാത്തന് ശ്രീകാന്ത് ചന്ദ്രശേഖരനും അല്ലേ വരുന്നേ, അവരും വെറും കൈയോടെ വരത്തുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വാസവനെ കാണാതെ വന്നപ്പോൾ ജോസഫ് ചോദിച്ചു, അല്ല കുറേ സമയമായാലോ നമ്മൾ കാത്തു വയ്ക്കുന്നേ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയാലെന്ന് ചോദിച്ചു. അത് ശരിയാകത്തില്ല ജോസഫേ, വാസവ സാർ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ജോസഫ് അത് വിശ്വസിച്ചു. ഈ സമയത്ത് അനിയൻകുട്ടൻ പുളിക്കിനോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിന്നെ ഇപ്പോൾ തീർക്കേണ്ടതാണ്. പിന്നെ വിക്രത്തെ രക്ഷിക്കണമെങ്കിൽ നീ കാര്യങ്ങളൊക്കെ ചെന്ന് വാസവൻ സാറിനോടും അതുപോലെ തന്നെ ശ്രീനി സാറിനോടും പറയണം. അതോടൊപ്പം തന്നെ കോടതി നീ മൊഴി കൊടുക്കണം. അത് കേട്ടപ്പോൾ പുളിക്കൻ പറഞ്ഞു, അല്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസവൻ എന്നെ വെറുതെ വിടുമെന്ന് ചോദിച്ചു. എടോ, നീ അല്ലല്ലോ തെറ്റ് ചെയ്തേ, അതുകൊണ്ട് ചിലപ്പോൾ വെറുതെ വിടുമായിരിക്കും. പിന്നെ പറയാൻ പറ്റില്ല, കോടതിയിൽ നീ മൊഴി കൊടുക്കുകയാണെങ്കിൽ ആ വിക്രമെങ്കിലും രക്ഷപ്പെടുമല്ലോ. പാവു, ഒരു തെറ്റും ചെയ്യാതല്ലേ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്, നീ എല്ലാത്തിനും കാരണം. എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പുളിക്കൻ പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഇനി അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പുളിക്കൻ പറയാണ്. അല്ല എന്നൊക്കെ ഇങ്ങനെ അനിയൻകുട്ടൻ പറയാണ്. പുളിക്കന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വാസവൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോണിയുടെ ഫോണിലേക്ക് വാസവൻ വിളിച്ചു. അപ്പോഴേക്കും ജോണി പതുക്കെ അവിടെ നിന്ന് അങ്ങോട്ട് മാറുവാണ്. പിന്നീട് വാസവൻ ചോദിച്ചു, എന്തായി ജോണി കാര്യങ്ങൾ, അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജോണി പറഞ്ഞു, ഇല്ല സാറേ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അപ്പം തന്നെ ഞാൻ സാറിനെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ജോണി വന്നിട്ട് ജോസഫിനോട് പറഞ്ഞു, അതെ വാസവ സാറെ വിളിച്ചേ,
ഇപ്പം തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചാന്ന് പറഞ്ഞു. ജോണിക്ക് പിന്നെ സംശയം തോന്നിയില്ല. ജോണി ഓർത്ത് ചിലപ്പോൾ ശരിയായിരിക്കും, ജോണി ജോസഫ് ഓർത്തു ശരിയായിരിക്കും, ജോണീനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ സമയത്ത് കിടന്നിട്ട് വേദയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വേദയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വിക്രം കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ വേദ എങ്ങനെ ഉറങ്ങാനാ? വേദയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. ഒരുപക്ഷെ പുളിക്കനെ പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയെന്നെങ്ങാനും ശ്രീയേട്ടനൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. കാരണം അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിവെന്ന് അറിഞ്ഞാൽ പുളിക്കനെ എന്ത് ചെയ്യാനും മടിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഉറക്കം നഷ്ടപ്പെട്ട് വേദ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീകാന്തിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീയേട്ടൻ ഇത് എവിടെയാ, എന്താ എത്ര സമയമായിട്ട് വരാത്തേന്ന് ചോദിച്ചു. ആ അതെ, നിന്നോട് ആ കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോരേണ്ടി വന്നു. നീ കിടന്നു, ചിലപ്പോൾ നേരം വെളുക്കാറാവും ഞാൻ വരുമ്പോൾ. ശ്രീയേട്ടൻ ഇത് എങ്ങോട്ടാ പോയത്? എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലോ. ഞാൻ മാത്രമല്ല, നിന്റെ അച്ഛനും ഉണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട, ഞാൻ വേറൊരിടത്തേക്കും അല്ല പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, ശരി, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ രാത്രിയിൽ വീട്ടിലെത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം വീട്ടിലാരോടും പറയുമൊന്നും വേണ്ട, പറയാൻ നിൽക്കേണ്ടെന്നൊക്കെ വർഷയോട് പറഞ്ഞു. അതെന്താ ശ്രീയേട്ടാ? തൽക്കാലത്തേക്ക് നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ശ്രീകാന്തിനെ അറിയാം, താൻ രാത്രി വീട്ടിലുണ്ടെന്ന് മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി. താൻ ആ വീട്ടിലില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് പ്രശ്നമാവുമെന്നറിയാം. അതുകൊണ്ടാണ് ശ്രീകാന്ത് വർഷയോട് അങ്ങനെ പറയണേ. വർഷയ്ക്ക് പ്രത്യേകിച്ച് സംശയം തോന്നില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോയതായിരിക്കും. തൻ്റെ അച്ഛനും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിനോട് ചന്ദ്രശേഖരൻ പറഞ്ഞു, അവൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ? സംശയമൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. നീ രാത്രിയിൽ അവിടെ ഉണ്ടെന്ന് വേണം വരുത്തി തീർക്കാനായിട്ട്. ഒരു കാരണവശാലും നീ പുറത്തായിരുന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. പുള്ളിക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാമല്ലോ. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഇനിയും നമ്മളെ എങ്ങനെ സംശയം തോന്നും ആർക്കെങ്കിലും? എന്ത് സംശയം തോന്നാനായിട്ട്? ഒരു സംശയം തോന്നത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. പുള്ളിക്കൻ ജീവനോടെ ഉണ്ടെങ്കിലാ നമ്മുടെ ജീവന് ഭീഷണി. അവൻ തീർന്നു കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രീകാന്തിന് തോന്നി, ശരിയാ, എത്രയും പെട്ടെന്ന് അവനെ തീർക്കണം എന്നൊരു ചിന്തയായിരുന്നു. ഈ സമയം വിക്രം പതുക്കെ കണ്ണു തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ ബെഡിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നത് കണ്ടു. എന്താ വേദ എന്നൊക്കെ ചോദിച്ചിട്ട് വിക്രം എഴുന്നേറ്റു. നീ എന്താ ഉറങ്ങാത്തേന്ന് ചോദിച്ചു. എനിക്കെന്തോ ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു. എന്താ? കാര്യമായിട്ട് എന്തോ ആലോചനയിലാണല്ലോ. അതെ, ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഒരു കാര്യം ഉറപ്പാ, സീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യം ആലോചിക്കണേ, മുഖം കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞു. അതെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം വിക്രം. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, രാത്രി ഉറക്കളച്ച് നീരുന്നിങ്ങനെ ആലോചിക്കണമെങ്കിൽ അതെന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ എന്നോടും കൂടെ പറയാൻ പറ്റുന്നതാണ് കാര്യമാണ് പറയാൻ പറഞ്ഞു. അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. ഞാൻ ഈ കാര്യം പറഞ്ഞു കേട്ടിയുമ്പം വിക്രനെ ഇപ്പം കാണുന്ന പോലെ തന്നെ വീണ്ടും കാണുമോ? അത് എന്നോട് ദേഷ്യം തോന്നുമെന്ന് ചോദിച്ചു. ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? നീ കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വേറെ ആ കാര്യം പറയണേ. വിക്രത്തിന് പേടി കൊണ്ടുവന്ന് രാത്രിയിൽ ഞാൻ ശ്രീയേട്ടൻ്റെ ഫോൺ സംഭാഷണം കേട്ടായിരുന്നു പറഞ്ഞു. ഫോൺ സംഭാഷണമോ? അതെ, പുളിക്കൻ എങ്ങാണ്ടെ വിളിച്ചതെന്ന് തോന്നേ. പുളിക്കൻ വിളിച്ചിട്ട് വിവരങ്ങൾ പറയുന്നത് കേട്ടു. വരുണിനെ ഇല്ലാതാക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒന്ന് ഞെട്ടി. പിന്നീട് വേദ പറഞ്ഞു, ഇതിനകത്ത് തൻ്റെ ഏട്ടൻ എന്തോ ഒരു പങ്കുള്ളതായിട്ട് എനിക്ക് തോന്നേ. കാരണം പുളിക്കൻ വിളിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രീയേട്ടനോട് പറയുന്നത് കേട്ടു. പിന്നീട് ശ്രീയേട്ടൻ അവിടുന്ന് മാറാനൊക്കെ പറയുന്നത് കേട്ടായിരുന്നു പറഞ്ഞു. ഒരു നിമിഷം വിക്രം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പം നിന്റെ ചേട്ടനാണോ ഇതിൻ്റെ പിന്നെ കളിക്കണമെന്ന് ചോദിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. ഒരു പക്ഷേ ചേട്ടനായിരിക്കില്ലേ ചെയ്തേ, പക്ഷേ ചേട്ടൻ ഇതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നണേ. എന്നിട്ട് നീ എന്താ ഇത്ര നാളൊന്നും മറച്ചു വെച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാനെങ്ങനെയാണ് വിക്രം ഇത് പറയണത്? സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരണമെന്ന്. ഇത്രയും കാലം അവർ ചെയ്ത ചതികളും കാര്യങ്ങളൊക്കെ പുറത്തു വരണമെന്ന്. അറിയാലോ, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീയേട്ടൻ ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് നിൽക്കുന്നത് ശ്രീയേട്ടന് ഇഷ്ടമില്ല. പിന്നെ അന്നൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ വിളിപ്പിച്ചിട്ട് ഡിവോഴ്സ് നോട്ടീസിൽ സൈൻ മേടിച്ച് ശ്രീയേട്ടന്. അത് അച്ഛൻ്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സൈൻ മേടിച്ചേ. അതെല്ലാം കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ എന്നോട് മറച്ചു വെച്ചല്ലോ, നിനക്ക് എങ്ങനെ തോന്നി വേദന ചോദിച്ചു. അത് പിന്നെ വിക്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. വിക്രം വെറുതെ ഇരിക്കില്ല എന്ന് എനിക്ക് തോന്നി. സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ വെറുതെ കളിച്ചിട്ട് കാര്യമില്ല. ശ്രീയേട്ടൻ്റെ അങ്കിളുടെ ചതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞു. വിക്രം ആകപ്പെടെ വല്ലാതായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ വിക്രം പറഞ്ഞു, സാരമില്ല, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വേദയെ ചേർത്ത് പിടിക്കുകയാണ്. ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതേ സമയത്ത് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ
പുളിക്കനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് പുളിക്കന് ആദ്യം ആരാ വരുന്നതെന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് ശ്രീകാന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കന് ആദ്യം ഒരു ധൈര്യമൊക്കെ തോന്നി. കാരണം വാസവും വരുന്നതിനും മുമ്പ് ഇവർ തന്നെ വന്ന് രക്ഷിച്ചോട്ട് പോകണം, നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ പിന്നീടാണ് പുളിക്കന് മനസ്സിലാകുന്നത് തനിക്കിട്ട് പണിയുമായിട്ട് വന്നാന്നുള്ള കാര്യം. ശ്രീകാന്ത് എളിയുന്നൊരു കത്തി എടുത്തിട്ട് അത് വലിച്ചു വരുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തനിക്കിട്ടുള്ള പണി കിട്ടുമെന്ന്. കാരണം താൻ ഈ കാര്യങ്ങളൊക്കെ വാസവ സാറിനോട് ശ്രീനി സാറിനോട് പറയാമെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാന്നുള്ള കാര്യം മനസ്സിലായി. ഇത് വ്യക്തമായി ഒറ്റാന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ പുളിക്കനെ കൊല്ലാൻ തുടങ്ങുകയാണ് ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി പുളിക്കൻ രക്ഷപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല. മിക്കവാറും രക്ഷപ്പെടുമായിരിക്കും. പുളിക്കൻ രക്ഷപ്പെട്ടാലല്ലേ സത്യങ്ങളൊക്കെ പുറത്തു വരുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ഒരു കൊലപാതകം കൂടെ ശ്രീകാന്തിൻ്റെ തലയിലേക്ക് വരിക തന്നെ ചെയ്യും. എന്താണെങ്കിലും ശ്രീകാന്തിന് പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അതേ കാലം ശ്രീകാന്തിന് ഇനി ഇപ്പം കള്ളത്തരങ്ങളൊന്നും മറച്ചു വെക്കാനായിട്ട് പറ്റില്ല. ഭേദയും വിക്രം കൂടെ എന്നാൽ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.